സാഹിത്യകാരൻ കെ പൊന്ന്യത്തിന്റെ ഓർമ്മയ്ക്കായി പൊന്ന്യം സർവീസ് സഹകരണ ബാങ്ക് ഏർപ്പെടുത്തിയ സാഹിത്യ അവാർഡിന് ഡോക്ടർ സോമൻ കടലൂർ അർഹനായി. 25,000 രൂപയും പൊന്ന്യം ചന്ദ്രൻ രൂപകൽപ്പന ചെയ്ത ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. ഡിസംബർ 3-ാം വാരം നടക്കുന്ന പൊന്ന്യം ബാങ്കിന്റെ 75-ാം വാർഷികാഘോഷ സമാപന ചടങ്ങിൽ പുരസ്കാരം വിതരണം ചെയ്യുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പുളിയൻ എന്ന നോവൽ അർഹമായി. 25,000 രൂപയും പൊന്ന്യം ചന്ദ്രൻ രൂപകൽപ്പന ചെയ്ത ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. പ്രമുഖ സാഹിത്യ നിരൂപകരായ ഇ.പി. രാജഗോപാലൻ, എൻ. പ്രഭാകരൻ, യു.കെ. രാമൻ എന്നിവരടങ്ങുന്ന വിധി നിർണയ സമിതിയാണ് പുരസ്കാരത്തിന് അർഹമായ കൃതി തിരഞ്ഞെടുത്തത്. കോഴിക്കോട് ജില്ലയിലെ കടലൂരിൽ കെ ഗംഗാധരന്റെയും സുമതിയുടെയും മകനായി ജനിച്ച ഡോക്ടർ സോമൻ കടലൂർ മലയാള സാഹിത്യത്തിലും ഫോക്ലോറിലും ബിരുദാനന്തര ബിരുദധാരിയാണ്. ഫോക്ലോർ അക്കാദമി അധ്യാപക ലോകം അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. മണിമല്ലിക പുരസ്കാരം, മണിയൂർ ഇ ബാലൻ പുരസ്കാരം, A.S. നമ്പൂതിരി പുരസ്കാരം തുടങ്ങി നിരവധി അംഗീകാരങ്ങളും നേടിയിട്ടുണ്ട്. ആവള കുട്ടോത്ത് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗം അധ്യാപകനും അറിയപ്പെടുന്ന ചിത്രകാരനും കലാനിരൂപകനും പ്രഭാഷകനും കവിയുമായ ഇദ്ദേഹം ഇതിനകം 32 ഗ്രന്ഥങ്ങളും രചിച്ചിട്ടുണ്ട്. ഡിസംബർ 3-ാം വാരം നടക്കുന്ന പൊന്ന്യം ബാങ്കിന്റെ 75-ാം വാർഷികാഘോഷ സമാപന ചടങ്ങിൽ പുരസ്കാരം വിതരണം ചെയ്യും. നമ്മുടെ നാട്ടുകാരനും പൊന്ന്യത്തിൻ്റെ കഥാകാരനുമായ കെ പൊന്ന്യത്തിൻ്റെ പേരിൽ പൊന്ന്യം ബാങ്ക് എല്ലാ വർഷവും നടത്തി വരുന്ന അവാർഡ് പ്രഖ്യാപിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്നിവിടെ ഈ പത്രസമ്മേളനം വിളിച്ചു ചേർത്തുള്ളത്. കഴിഞ്ഞ വർഷമായിരുന്നു അതിന് തുടക്കം കുറിച്ചതെങ്കിലും ഈ വർഷവും ഇപ്രാവശ്യത്തെ അവാർഡ് അടുത്ത മാസം ഡിസംബറിൽ നൽകുന്നതിന് വേണ്ടിയാണ് തീരുമാനമായിട്ടുള്ളത്. പൊന്ന്യം ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഈ അവാർഡ് പ്രഖ്യാപിക്കുമ്പോൾ 75-ാം നിറവിലാണ്. 75 വർഷം പൂർത്തിയാകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ പോകുന്നത്. കഴിഞ്ഞ ജനുവരി മാസത്തിൽ ബഹുമാനപ്പെട്ട സ്പീക്കർ എൻ ഷംസീർ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടിക്ക് തുടക്കം കുറിക്കുകയും ചെയ്തിട്ടുണ്ട്. വ്യത്യസ്തമായ പരിപാടികൾക്കാണ് ബാങ്ക് ഭരണസമിതി ആലോചിച്ചത്. അതിൻ്റെ ഭാഗമായി കലാരംഗത്ത്, കായിക രംഗത്ത്, കാർഷിക രംഗം, വിദ്യാഭ്യാസം, ആരോഗ്യം, ഇങ്ങനെ വ്യത്യസ്ത മേഖലയിലുള്ള പരിപാടികൾ മാസം തോറും കഴിഞ്ഞ മാസങ്ങളിലൊക്കെ നടന്നു വരികയായിരുന്നു. ഇതിൻ്റെ സമാപനം എന്ന് പറയുന്നത് ഡിസംബർ മാസത്തിലാണ് തീരുമാനിച്ചിട്ടുള്ളത്. അന്ന് തന്നെയാണ് കെ പൊന്ന്യത്തിൻ്റെ പേരുള്ള ഈ അവാർഡ് ദാനവും നൽകാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. കെ പൊന്ന്യത്തെപ്പറ്റി കൂടുതൽ ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. പ്രത്യേകിച്ച് പത്രമാധ്യമങ്ങളായ സുഹൃത്തുക്കളോട് അതിനെപ്പറ്റി കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. മറ്റൊന്ന് ഈ അവാർഡ് പ്രഖ്യാപിക്കലാണ്. അവാർഡ് പ്രഖ്യാപിക്കുന്നത് നമ്മുടെ പ്രസിദ്ധ ചിത്രകാരനും. വാർത്താ സമ്മേളനത്തിൽ പൊന്ന്യം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് P.V. സന്തോഷ്, കെ പൊന്ന്യം സ്മാരക സമിതി കൺവീനർ പൊന്ന്യം ചന്ദ്രൻ, കെ പൊന്ന്യം സ്മാരക സമിതി മെമ്പർ അഡ്വക്കേറ്റ് കെ രമേശ്, പൊന്ന്യം സർവീസ് സഹകരണ ബാങ്ക് ഡയറക്ടർ കെ മോഹൻ, ബാങ്ക് സെക്രട്ടറി M. റീജ തുടങ്ങിയവർ പങ്കെടുത്തു.